അടുത്തത് മിഥുനക്കൂറാണ്. മകയിരം, അര, തിരുവാതിര, പുണർതം, മുക്കാൽ ഈ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. അവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഉണ്ടാവുക. ആഴ്ചയുടെ ആരംഭത്തിൽ ധനാഗമ മാർഗങ്ങളൊക്കെയും വർദ്ധിക്കും. മനസമാധാനവും സന്തോഷവും ഉണ്ടാകും. യാത്ര കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. അയൽബന്ധങ്ങളൊക്കെയും ഗുണം ചെയ്യും. എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ ചില ദോഷഫലങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ബന്ധുക്കൾ ശത്രുക്കളെ പോലെയൊക്കെ പെരുമാറുകയും മനസ്സിന് വിഷമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ബന്ധുവിരഹം മൂലം മനക്ലേശം വർദ്ധിക്കും. രോഗാരിഷ്ടതകൾ വർദ്ധിക്കുകയും ധനച്ചെലവേറുകയും ചെയ്യും. ധനവരവുണ്ടാകുമെങ്കിലും ചെലവ് വർദ്ധിക്കും. പ്രതീക്ഷകളൊക്കെയും അസ്ഥാനത്താകും. മനക്ലേശം കൊണ്ട് നിരാശയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭാര്യയുമായി തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും കുടുംബത്തിൽ സ്വസ്ഥത കുറവ് അനുഭവപ്പെടുകയും ചെയ്യും. തർക്കങ്ങൾ കലഹങ്ങളായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മുൻകോപം മൂലം പ്രവൃത്തി മേഖലയിൽ പലവിധ കഷ്ടനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും. ശാസ്താക്ഷേത്രത്തില് നീരാഞ്ജന വഴിപാട് നടത്തി ശനീശ്വരനെ പ്രീതിപ്പെടുത്തണം. അതുപോലെ തന്നെ ദേവി പ്രീതിക്കായിട്ടുള്ള വഴിപാടുകൾ, രക്തപുഷ്പാഞ്ജലി നടത്തുകയും എല്ലാ ദിവസവും ലളിതാസഹസ്രനാമം ചൊല്ലി ദേവിയെ ഭജിക്കുകയും ചെയ്യുക. ദുഷ്ടഫലങ്ങളൊക്കെയും അകന്നുപോയിക്കൊള്ളും. നല്ല ഒരു ജീവിതം മുന്നോട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.